കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷം വികസനം നടന്നില്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കേരളത്തിലെ ഇന്ത്യയിലെ മൊത്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 100 കോളേജുകൾ എടുത്താൽ അതിൽ 18 എണ്ണം കേരളത്തിലാണ്. അതിൽ ഒന്നാമത്തെ 18 എണ്ണം, അത് വലിയൊരു നമ്പറാണ്. കേരളത്തിലെ എല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും ഏറ്റവും നല്ല റാങ്കിങ്ങിലാണ് നിൽക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. പക്ഷേ എന്നിട്ടും കുട്ടികൾ പുറത്തു പോകുന്നത് അതിന് മറ്റ് കാരണങ്ങളാണ്, അതായത് സർക്കാരിൻ്റെ പ്രശ്നമല്ല. കേരളത്തിൻ്റെ അത്രയും നല്ല പ്രാദേശിക റോഡുകളുള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇരിക്കുന്ന സ്ഥാപനം ഒരു കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു ട്രെയിനിങ് സ്ഥാപനമാണ്. അതിൽ 50 പേര് ട്രെയിനിങ് വരുമ്പോൾ അതിന് 15-20 പേര് കേരളത്തിന് വെളിയിൽ നിന്ന് വരുന്നവരാണ്. അവർ പറയുന്നത് അതിലെ ഒരാൾ കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ ഫോർട്ട് ആശുപത്രിയിലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ പോയി. അവിടെ കിട്ടുന്ന സൗകര്യം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ സംസ്ഥാനത്ത് ആലോചിക്കാൻ പോലും പറ്റുന്നതല്ല. നമ്മുടെ സംവിധാനത്തിലും ആരോഗ്യ കേന്ദ്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവൺമെൻറ് സ്കൂളുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളാണ്. താലൂക്ക് ആശുപത്രിയിലെ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തോ പൊതുവിദ്യാഭ്യാസ രംഗത്തോ അല്ലെങ്കിൽ പൊതു ആരോഗ്യ രംഗത്തോ വന്നിരിക്കുന്ന നേട്ടങ്ങളിൽ എന്തെങ്കിലും വലിയ ഭീമമായിട്ടുള്ള വീഴ്ച സംഭവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ള ഒരാളാണ്. മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങൾക്കോ എണ്ണം കൊണ്ടുള്ള ഡോക്ടേഴ്സിനോ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിൻ്റെ 10 മടങ്ങ് രോഗികളാണ് അവിടെ വരുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യ മേഖലയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കോ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഈ സർക്കാർ വന്നതിന് ശേഷം ഈ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി അവർ എടുത്തു കാണിക്കുന്നത് ഈ വികസനങ്ങൾ തന്നെയാണ്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റം കഴിഞ്ഞ ഒരു 30 വർഷമായി ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ചപ്പോൾ ഉണ്ടാകാതിരിക്കുന്നതാണ്. അതെല്ലാം കിഫ്ബി ഫണ്ടിലൂടെ വന്നതാണ്. 400 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ താമസിക്കാൻ പറ്റുന്ന ഹോസ്റ്റൽ സൗകര്യങ്ങൾ, സെൻട്രൽ ഇൻസ്ട്രുമെന്റേഷൻ ഫെസിലിറ്റിയുടെ വലിയ ലാബുകളും കാര്യങ്ങളും അവിടെ വന്നിട്ടുണ്ട്. വലിയ ഹാളുകൾ അവിടെ വന്നിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യം, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഇന്റർനാഷണൽ സെമിനാർ നടത്തി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 75ഓളം പേര് പങ്കെടുത്താണ്. സാർ ഉൾപ്പെടെ അതിൽ പങ്കെടുത്തതാണ്. അവരെല്ലാവരും പറഞ്ഞ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലോ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലോ ഇല്ലാത്ത സൗകര്യങ്ങളാണ് കേരള യൂണിവേഴ്സിറ്റിയിലുള്ളതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള വികസനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ അത് എത്രമാത്രം ജനങ്ങളിൽ എത്തിച്ച് അത് വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് സർക്കാരിൻ്റെ വിജയം ഇരിക്കുന്നത്.